ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കേക്ക് റെസിപ്പി അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കിടിലൻ സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതുണ്ടല്ലോ പനിക്കൂർക്കയുടെ ഇലയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് തിരുമ്മി ആ സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പുറത്തേക്ക് വരണം. അപ്പോൾ ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ നന്നായിട്ട് പിഴിഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആ കറിവേപ്പില നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുമ്പ് കാണിച്ച നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനിക്കൂർക്ക ഇല നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. പനിക്കൂർക്ക ഇല എത്ര വേണേലും ഇട്ട് കൊടുക്കാവേ. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലമാവാണ്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഈ കടലമാവും പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കാം. 2 മുട്ടയും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ സവാള പിഴിഞ്ഞപ്പോൾ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കാം. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ആദ്യത്തെ ആ സവാളയും ഉപ്പും തിരുമിയിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് ഉരുട്ടി പരത്തിയെടുക്കാൻ പാകത്തിന് നമ്മളിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇവിടെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമായെങ്കിൽ നമുക്ക് ഉരുട്ടി പരത്തിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുറച്ച് ഓയിൽ കയ്യിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം. സ്ക്വയറായിട്ടോ റൗണ്ടായിട്ടോ അല്ലെങ്കിൽ ബോൾ പോലെയോ ഏത് രീതിയിലാണോ നിങ്ങൾക്കിഷ്ടം ആ ഒരു രീതിയിൽ പരത്തിയെടുക്കാം കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയപ്പോൾ ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഹാർട്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. ഈ പ്രാവശ്യം പരിപ്പോടിയൊക്കെ പോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുവാണേ. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഒരു സെറ്റ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് ഇവിടെ പരത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് പാനിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞും പോകും, ഉൾഭാഗം വെന്തും കിട്ടത്തില്ല. പിന്നെ സത്യം പറയാമല്ലോ ഈ ഒരു സ്നാക്സ് നല്ല കിടിലൻ സ്നാക്സാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് കഴിച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിന് ശേഷം അടുത്ത സെറ്റ് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും നിങ്ങൾ ഓർക്കും പനിക്കൂർക്കയിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണാവുമെന്ന്. പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ. കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. കടലമാവും മുട്ട പുഴുങ്ങിയത് ഗ്രേറ്റ് ചെയ്തെടുത്തതും പനിക്കൂർക്കയിലേക്ക് ആയിട്ട് നല്ലൊരു കിടിലൻ സ്നാക്സാണ്. ഇതുണ്ടാക്കിയ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.